ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കേരളയുടെ പ്രൗഡായ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുമ്പൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പം ഈ പോണ വഴി എന്ന് പറയുന്നത് പുത്തൻപള്ളി വഴിയാണ് കേട്ടോ. ബാക്കിയുള്ള വഴികളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ റൗണ്ടിലെത്തി കേട്ടോ. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ചൂടുമാണല്ലോ, അപ്പോൾ രാവിലത്തെ പരിപാടിയൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ്റെ ഉള്ളിലെത്തിയിട്ടോ. ഫാഷൻ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഡ്രസ്സും ബാഗും ആക്സസറീസ് ട്രെൻഡി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു പലാസോ ആട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ക്ലേ മോഡൽസ് ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോ വർക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ട് ഞാനും ചേട്ടനത് ഇങ്ങനെ നടന്നു. അങ്ങനെ കുറേ പോയപ്പോൾ ഫിഷിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2 പേർക്കും കൂടി 100 രൂപയാണ് കേട്ടോ എമൗണ്ട് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. നല്ല പല വെറൈറ്റി ടൈപ്സ് ആയിട്ടുള്ള ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ചേട്ടന് എൻ്റെ പേരൊക്കെ അറിയാം. അങ്ങനെ പോണ സമയത്ത് ഇത് കണ്ടില്ല, ഒരു കുഞ്ഞു മീനിനിട്ടിട്ട് കുറേ മീനുകൾ ഇങ്ങനെ ഉപദ്രവിക്കുക കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എടുത്തതായിരുന്നു. പിന്നെ ഇതേ നോക്കിയേ, ഈ മീനുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ ചെറിയ മീനുകൾ കാണാൻ നല്ല വെറൈറ്റി കളറായിട്ട് കേട്ടോ. ഒരു പിക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് ചമ്മൽ കയറി വന്നത്. പിന്നെ ഞാൻ എടുക്കാൻ പോയില്ല. ഞങ്ങൾ നേരെ പോയത് മത്സ്യകന്യേനെ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു അവർ കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ നേരം ഞങ്ങൾ അതിലിങ്ങനെ നോക്കിയിരുന്നു. ഫിഷിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ പലതരത്തിലുള്ള വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ എന്താന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏതായെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പാർക്കിലോട്ടാട്ടോ. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കുമുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു റൈഡിൽ മാത്രമേ അവിടെ കയറിയുള്ളൂ, വേറെ ഒന്നിനും കയറിയില്ല. എന്തോ ആ ഒരു സമയത്തൊരു ധൈര്യം കിട്ടിയില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നു. ഇനി എന്തെങ്കിലും കുറിക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഐറ്റം ആട്ടോ മേടിച്ചത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അത് കഴിച്ച ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ബോയ്സിൻ്റെ മാല, കൈ ചെയിൻ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അതിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ പല മൃഗങ്ങളുടെ സ്കെൽട്ടൻസ് ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടോ. ഇതിൻ്റെ ഒന്നും പേരൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവത്തിന് മാത്രം ആനയുടെ തലയൊട്ടി ഇത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് ഇവനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ കടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റു ആൾ. പിന്നെ ഇവൻ്റെ തന്നെ വെറൈറ്റി വൈറ്റ് കളറായിട്ടുള്ള കേട്ടോ. നല്ല രസമുണ്ടായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആളാണെങ്കിൽ ഞങ്ങൾ കലിപ്പിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് വേണം എന്നുള്ളൊരു മട്ടിലായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പുറത്തിറങ്ങി കുറേ നേരം അതിൽ ചുറ്റി ഇങ്ങനെ കറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നു, കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് റൗണ്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഇപ്പോൾ ഏതായാലും വേണ്ട, കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നി. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. അപ്പോഴാണ് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് നേരം നോക്കി നിന്നു. ഒരു 10-10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ, കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.